ഒരു കാർ എന്താണെന്ന ചോദ്യത്തിന് പലർക്കും പല മറുപടികളാണ് പറയാനുള്ളത്. എന്നാൽ ഒരു കാർ എന്നത് ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ടൊയോട്ട കൊറോള ഓടിച്ചിരിക്കണമെന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്. ഒരുപാട് കാലം വിശ്വസിച്ച് ഓടിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും റിലയബിൾ കാർ ബ്രാൻഡ് എന്ന പേര് പലപ്പോഴും നമ്മൾ ടൊയോട്ടയോടൊപ്പം കേൾക്കാറുണ്ട്. ധനിക രാജ്യങ്ങളൊക്കെ വിറ്റ് കളയുന്ന ടൊയോട്ട വാഹനങ്ങൾ ദരിദ്ര രാജ്യങ്ങളിൽ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ വർഷങ്ങളോളം ഒരു കുഴപ്പവുമില്ലാതെ ഓടുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന കമ്പനികളിലൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ 10 കമ്പനികളിൽ ഒന്നുമായിട്ടുള്ള ടൊയോട്ട ഈ രീതിയിൽ എത്തിച്ചേർന്നതിൻ്റെ പിന്നിലെ കഥ എന്താണ്? ആ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ടൊയോട്ടയുടെ കഥ ആരംഭിക്കുന്നത് സാക്കിച്ചി ടൊയോഡ എന്ന വ്യക്തിയിൽ നിന്നുമാണ്. 1867 ജപ്പാനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ നെയ്ത്ത് ജോലിയിലും ഒപ്പം കൃഷിപ്പണികളിലുമൊക്കെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേതുപോലെ തന്നെ ജപ്പാനും വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളെ ജപ്പാനിലെ സർക്കാർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത്. മാത്രമല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഗവൺമെൻറ് പേറ്റൻറ്റ് നൽകിയിരുന്നു. അപ്പോൾ ഈ അവസരം സാക്കിച്ചി ടൊയോഡ ഉപയോഗപ്പെടുത്തുകയാണ്. തൻ്റേതായിട്ടുള്ള വായനയും അറിവുമെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം ഒരു മെഷീൻ നിർമ്മിക്കുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് നിർമ്മിച്ച ആ മെഷീൻ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അതൊരു കാറാണോ, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ എൻജിനാണോ, അതോ ഒരു വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ അദ്ദേഹം അന്ന് നിർമ്മിച്ചത് കാറുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മെഷീനായിരുന്നു. തടി കൊണ്ടുള്ള ഒരു കൈ മാത്രം ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ഒരു കൈത്തറി അഥവാ ടൊയോഡ വുഡൻ ഹാൻഡ്ലൂമാണ് അന്ന് അദ്ദേഹം നിർമ്മിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇത്രയും വലിയൊരു കാർ കമ്പനി അല്ലെങ്കിൽ ഒരു വാഹന കമ്പനി എങ്ങനെ ഉടലെടുത്തു എന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ ഇന്നൊവേഷൻ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഈ കൈത്തറിയെ തന്നെ പിന്നീട് അദ്ദേഹം ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. 1890കളിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലൂം അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. 1924 ടൊയോഡ ടൈപ്പ് ജി എന്ന പേരിൽ ഒരു ഓട്ടോമാറ്റിക് ലൂം അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ലൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ 10-20 ലൂമുകളെ നിയന്ത്രിക്കാൻ ഒരൊറ്റ മനുഷ്യൻ മാത്രം മതി എന്ന് മാത്രമല്ല നോൺ സ്റ്റോപ്പായിട്ട് പ്രവർത്തിക്കാനും ഈ മെഷീനിന് സാധിക്കും എന്നുള്ളതായിരുന്നു. ഇതോടൊപ്പം തുണി നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യന്ത്രം തന്നെത്താനെ നിൽക്കുകയും അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തുണികൾ കേടുകൂടാതെ നെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മിനിമം ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റോടുകൂടി അൺലിമിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിഫക്റ്റുകളില്ലാതെ തുണികൾ നെയ്തെടുക്കുന്ന ഒരു മെഷീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയായിരുന്നു. അങ്ങനെ 1926 ഇത്തരം മെഷീനുകളും അതിൻ്റെ പാർട്ടുകളുമൊക്കെ നിർമ്മിക്കുന്ന ടൊയോഡ ഓട്ടോമാറ്റിക് ലൂം വർക്ക്സ് എന്നൊരു സ്ഥാപനവും അദ്ദേഹം ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ ബിസിനസ് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഇൻഡസ്ട്രിയൽ റവല്യൂഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുന്നു. അപ്പോൾ ഈ യാത്രയിലാണ് അമേരിക്കൻ സമൂഹത്തിലെ വാഹനങ്ങളുടെ പ്രാധാന്യവും അതോടൊപ്പം ഒരു വാഹന വ്യവസായത്തിൻ്റെ വളർച്ചയും അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജപ്പാനിലെ വാഹന വ്യവസായവും ഇതുപോലെ തന്നെ വളർത്തിയെടുക്കണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായിട്ടുള്ള തൻ്റെ മകൻ കീയിച്ചിറോ ടൊയോഡയെയും തന്നോടൊപ്പം കൂട്ടുകയാണ്. അപ്പോൾ കീയിച്ചിറോ തൻ്റെ പിതാവിനെ പോലെ തന്നെ യൂറോപ്പും അമേരിക്കയും എല്ലാം സന്ദർശിക്കുകയും ഫോർഡ് പോലെയുള്ള വലിയ കമ്പനികൾ സന്ദർശിച്ച് ഈ വാഹന നിർമ്മാണം എങ്ങനെയാണ് കൃത്യമായി നടക്കുന്നത് എന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത്രയും വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഈ അച്ഛൻ്റെയും മകൻ്റെയും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സാക്കിച്ചി ടൊയോഡ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. തൻ്റെ കൈവശമുള്ള താൻ കണ്ടുപിടിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് ലൂമിൻ്റെ പേറ്റൻറ്റ് ഒരു ബ്രിട്ടീഷ് കമ്പനിയായിട്ടുള്ള പ്ലാറ്റ് ബ്രദേഴ്സിന് വിൽക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ പേറ്റൻറ്റിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കാത്തു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ 1 മില്യൺ yen ഈ വിൽപ്പനയുടെ ഭാഗമായിട്ട് ഈ അച്ഛനും മകനും ലഭിക്കുകയാണ്. അപ്പോൾ സാക്കിച്ചി ടൊയോഡ തൻ്റെ മകനായിട്ടുള്ള കീയിച്ചിറോ ടൊയോഡയ്ക്ക് ഈ തുക കൈമാറുകയും ഈ പണം വാഹന നിർമ്മാണത്തിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. 1930 സാക്കിച്ചി ടൊയോഡ മരണമടയുകയാണ്. പക്ഷേ കീയിച്ചിറോ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർ എൻജിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആരംഭിക്കുന്നു. അങ്ങനെ 1933 ടൊയോഡ ഓട്ടോമാറ്റിക് ലൂം വർക്ക്സ് എന്ന പേരൻറ്റ് കമ്പനിയുടെ ഒരു ഡിവിഷനായിട്ട് ഒരു വാഹന നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ ആരംഭിക്കുകയാണ്.
1934 ഇവർക്ക് ആദ്യ എഞ്ചിനായിട്ടുള്ള ടൈപ്പ് എ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിക്കുന്നു. തൊട്ടടുത്ത വർഷം തന്നെ കമ്പനിയുടെ ആദ്യ വാഹന മോഡലുകൾ മോഡൽ G1 എന്ന ട്രക്കും മോഡൽ A1 എന്ന പാസഞ്ചർ കാറും നിർമ്മിക്കപ്പെടുന്നു. 1936 ചെറിയൊരു മോഡിഫിക്കേഷനോട് കൂടി 6 സിലിണ്ടറും 60 ഹോഴ്സ് പവറുമുള്ള മോഡൽ AA എന്ന പാസഞ്ചർ കാർ നിരത്തിലിറക്കുന്നു. തൊട്ടടുത്ത വർഷം തന്നെ കൺവേർട്ടബിൾ ബോഡിയുള്ള മോഡൽ AB നിർമ്മിക്കുന്നു. പക്ഷേ ഈ കാറുകളുടെ എല്ലാം പ്രത്യേകത, ഈ കാറുകൾക്കെല്ലാം അമേരിക്കൻ കാറുകളുമായി നല്ല രീതിയിലുള്ള സാമ്യമുണ്ടായിരുന്നു. ഫോർഡ്, ഷെവർലെ, ക്രൈസ്ലർ പോലെയുള്ള കമ്പനികളുടെ പല കാറുകളുടെയും പല ഭാഗങ്ങളും കോപ്പി ചെയ്തിട്ടായിരുന്നു ഈ മോഡലുകൾ നിർമ്മിച്ചിരുന്നത് എന്ന് കാണാം. എങ്കിലും വളരെ നല്ല ക്വാളിറ്റിയുള്ള കാറുകൾ തന്നെ നിർമ്മിക്കാൻ ടൊയോട്ടയ്ക്ക് സാധിക്കുന്നു. പക്ഷേ ഈ കാറുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ വിലയായിരുന്നു. സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചിരുന്ന ജപ്പാനിലെ ആളുകൾ വലിയ രീതിയിൽ ഈ വാഹനങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നില്ല. ആദ്യ കാറുകളുടെ ഒരു 1400 താഴെ എണ്ണം മാത്രമേ കമ്പനി നിർമ്മിച്ച് വിൽക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതൊരു ചെറിയ നമ്പർ ആയിരുന്നു എങ്കിൽ കൂടിയും കമ്പനി മുന്നോട്ട് പോകാൻ ആ ഒരു വരുമാനം നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ 1937 വാഹന നിർമ്മാണം ഈ ഹാൻഡ്ലൂം കമ്പനിയുടെ ഒരു ഡിവിഷൻ എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് 1937 ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ എന്ന വാഹന കമ്പനിയുടെ ആരംഭം. പക്ഷേ ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത്രയും കാലം ഈ കമ്പനിയുടെ പേര് അതിൻ്റെ സ്ഥാപകൻ്റെ പേരായിട്ടുള്ള ടൊയോഡ എന്നായിരുന്നു. എന്നാൽ 1937 ഇത് ടൊയോട്ട എന്നാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ജാപ്പനീസ് ഭാഷയിലെ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ് ആ ഡി മാറ്റി ടി ആക്കിയത് എന്ന് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൊയോഡ എന്ന വാക്കിന് നെൽപ്പാടം, കൃഷിസ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കൃഷിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ബിസിനസ്സാണ് ഈ കാർ ബിസിനസ് എന്നുള്ളത് കൊണ്ടാണ് ഈ പേരിൽ മാറ്റം കൊണ്ടുവന്നത് എന്ന് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഈ ജാപ്പനീസ് ലിപിയിൽ ടൊയോട്ട എന്ന് എഴുതുമ്പോൾ 8 സ്ട്രോക്കുകളാണ് വരയ്ക്കുന്നത്. ഈ 8 എന്ന് പറയുന്നത് ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചത് എന്നും പറയുന്നു. അതെന്തായാലും അതോടുകൂടി ടൊയോട്ട അവരുടെ യാത്ര ആരംഭിക്കുകയായിരുന്നു. ഇനി ഈ കമ്പനി ആരംഭിച്ച ഉടനെ തന്നെ ഒരു റിസർച്ച് ഫെസിലിറ്റിയും അവർ ആരംഭിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് കിയിച്ചിറോ ടൊയോട്ട പറഞ്ഞത്, മറ്റൊരാളുടെ വർക്ക് കോപ്പി അടിച്ച് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും കാലവും വെസ്റ്റിൻ്റെ ഡിസൈനിനെയും മറ്റും ആശ്രയിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ജപ്പാൻ്റെ വാഹന വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു ആശയത്തോടു കൂടി സ്വന്തമായിട്ട് ഡിസൈനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു കംപ്ലീറ്റ് ജാപ്പനീസ് വാഹന ബ്രാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ജാപ്പനീസ് ഗവൺമെൻറ്റിൽ നിന്നും കുറേയധികം ട്രക്കുകൾ നിർമ്മിച്ച് നൽകണമെന്നുള്ളൊരു ഓർഡർ ഈ ടൊയോട്ട കമ്പനിക്ക് കിട്ടുകയാണ്. ഈ ഒരു സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് ഇത്രയും അധികം ട്രക്കുകൾ ആവശ്യം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നുണ്ടാവും. അതെ, അത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ ജപ്പാൻ എന്ന രാജ്യം ഈ യുദ്ധത്തിലേക്ക് കടന്നതോടുകൂടി എല്ലാ വാഹന കമ്പനികളും പാസഞ്ചർ കാറുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധകാലഘട്ടം ടൊയോട്ടയുടെ ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് മാത്രമേ തടസ്സമുണ്ടായിരുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവേഷണ മേഖലയിൽ ടൊയോട്ട കമ്പനി ഈ കാലത്ത് നല്ല രീതിയിൽ ഏർപ്പെടുന്നത് കാണാം. 1945 2ാം ലോക മഹായുദ്ധം അവസാനിച്ചുവെങ്കിലും ഈ കാറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പല നിയന്ത്രണങ്ങളും മാറ്റം വരാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 1947 കൂടി പ്രൊഡക്ഷനും വിൽപ്പനയും എല്ലാം പുനരാരംഭിക്കാൻ സാധിച്ചുവെങ്കിലും ചില വലിയ പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ തകർന്ന ജപ്പാൻ ഈ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പല നടപടികളും സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല വസ്തുക്കളുടെയും വില ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന നിയമം നിലവിൽ വരുന്നു. അപ്പോൾ കാറുകളും ഈ നിയമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് കാണാം. അതായത് ജപ്പാനിലെ കാറുകളുടെ വില ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കാൻ കാർ കമ്പനികൾക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ കാർ നിർമ്മാണത്തിനുള്ള റോ മെറ്റീരിയൽസിന് ഈ നിയമം ബാധകമായിരുന്നില്ല. അതായത് ആ കാലഘട്ടത്തിൽ ഒരു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കാറുകളുടെ വില അതിനനുസരിച്ച് വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇത് ടൊയോട്ട കമ്പനിക്ക് വലിയൊരു നഷ്ടത്തിന് കാരണമാവുകയാണ്. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു. എത്ര വില കുറച്ച് കാറുകൾ മാർക്കറ്റിൽ എത്തിയിട്ടും അത് വാങ്ങാൻ ജപ്പാനിലെ ജനങ്ങൾ അധികം ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം ഈ യുദ്ധം മൂലം ദരിദ്രരായിട്ടുള്ള ഒരു ജനത എങ്ങനെയാണ് കാർ വാങ്ങാൻ തീരുമാനിക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലം 1947-നും 1952-നും ഇടയിൽ ടൊയോട്ടയ്ക്ക് വെറും 300 കാറുകൾ മാത്രമാണ് നിർമ്മിച്ച് വിൽക്കാൻ സാധിച്ചത്. ഇത് കമ്പനിയെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികളുണ്ടായിരുന്ന കമ്പനിയിൽ അങ്ങനെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ സമരങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിലും വലിയ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു. അപ്പോൾ കമ്പനിയുടെ ഈ ദുരവസ്ഥയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കമ്പനി ഡയറക്ടറായിരുന്ന കിയിച്ചിറോ ടൊയോട്ട രാജിവെക്കുകയാണ്.
പക്ഷേ ഭൂരിഭാഗം വരുന്ന തൊഴിലാളികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തെ അവർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് സമരം അവസാനിപ്പിക്കാനും പ്രശ്നങ്ങൾ സമാധാനപരമായിട്ട് പരിഹരിക്കാനും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വരികയാണ്. പക്ഷേ അപ്പോഴും കമ്പനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ വലിയ ഓർഡറുകൾ കിട്ടണം, അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നിർമ്മിക്കണം, ആ വാഹനങ്ങളെല്ലാം വിൽക്കാനും സാധിക്കണം. ഇവിടെയാണ് ടൊയോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അതിന് കാരണം ഈ സമയത്ത് നടന്നിട്ടുള്ള കൊറിയൻ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഈ യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് മിലിറ്ററി വാഹനങ്ങൾ വേണ്ട ഒരു സമയവും കൂടിയായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങൾ ഈ കൊറിയ വരെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നതിനാൽ കൊറിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജപ്പാനിൽ നിന്നും ഇത്തരം വാഹനങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള ടൊയോട്ടയിൽ നിന്നും വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെ 5000-ലധികം ആർമി ട്രക്കുകൾ നിർമ്മിക്കാനുള്ള ഒരു ഓർഡർ ഒറ്റയടിക്ക് ടൊയോട്ടയ്ക്ക് ലഭിക്കുന്നു. ഇത്തരം വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകളും ഇതിനോടൊപ്പം ടൊയോട്ടയ്ക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഓർഡറും കോൺട്രാക്റ്റും എന്ന് പറയുന്നത് ടൊയോട്ട കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു രണ്ടാം ജന്മമായിരുന്നു. അവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഈ രീതിയിൽ കരകയറുകയാണ്. അങ്ങനെ ഒരു യുദ്ധം മൂലം തകർച്ചയുടെ വക്കിലെത്തിയ ഒരു കമ്പനിയെ മറ്റൊരു യുദ്ധം രക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കമ്പനി കരകയറുന്നു. ഇങ്ങനെ കരകയറിയ കമ്പനിയെ പിന്നീട് നയിക്കുന്നത് എയ്ജി ടൊയോട്ട, അതുപോലെ തന്നെ തൈച്ചി ഓനോ എന്നിവർ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അമേരിക്കൻ കാറുകളുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ ലൈൻ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ഫോർഡിൻ്റെ ഫാക്ടറികൾ സന്ദർശിക്കുകയാണ്. ഇതേ നിർമ്മാണ രീതി ടൊയോട്ടയുടെ പ്ലാന്റുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. എങ്കിലും ചില മാറ്റങ്ങളോട് കൂടിയാണ് ഇവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അതിലൊന്നാമത്തേതിനെയാണ് ജിഡോക്ക എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ലൈനിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞാൽ മുഴുവൻ പ്രൊഡക്ഷനും അപ്പോൾ തന്നെ നിർത്തിവെച്ച് ആ പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് ഈ ജിഡോക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ സാക്കിജി ടൊയോട്ട തൻ്റെ ഓട്ടോമാറ്റിക് ലൂമിൽ അവതരിപ്പിച്ച അതേ രീതി തന്നെയായിരുന്നു ഇതും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കൻ കമ്പനികൾ പ്രൊഡക്ഷൻ ലൈനിൽ നിന്നും പുറത്തു വരുന്ന കാറുകളിൽ ഏതെങ്കിലും കാറുകൾക്കൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിൻ്റെ ഡിഫക്റ്റ് പിന്നീട് പരിഹരിക്കുന്ന രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. പക്ഷേ ടൊയോട്ടയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഈ പ്രൊഡക്ഷൻ ലൈനിലുണ്ടായാൽ അപ്പോൾ തന്നെ ആ എൻറ്റയർ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നു എന്ന് മാത്രമല്ല, ആ ഡിഫക്റ്റിൻ്റെ മൂല കാരണം കണ്ടെത്തി അത് പരിഹരിച്ചതിന് ശേഷം പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് അവർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ കമ്പനികൾ ഡിഫക്റ്റുള്ള കാറുകളുടെ മെയിൻ്റനൻസിനായിട്ട് ഒരുപാട് സമയവും പണവും ഒക്കെ ചിലവാക്കുമ്പോൾ ടൊയോട്ട ആ ചിലവുകൾ വലിയ രീതിയിൽ കുറച്ചു എന്ന് മാത്രമല്ല, പുറത്തു വരുന്ന ഭൂരിഭാഗം കാറുകൾക്കും ഈ ഡിഫക്റ്റ് ഇല്ലാത്തവയാണെന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള ടൊയോട്ട കാറുകൾ ഏറെക്കാലം ഒരു കേടുമില്ലാതെ ഈട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജിഡോക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ചേഞ്ച്, അമേരിക്കൻ കമ്പനികളുടെ കയ്യിൽ ധാരാളം റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സ്റ്റോറേജ് ഫെസിലിറ്റികളും ഉണ്ടായിരുന്നു. എന്നാൽ ടൊയോട്ടയ്ക്ക് കാർ നിർമ്മാണത്തിലുള്ള വസ്തുക്കളുടെ ലഭ്യത കുറവായിരുന്നു എന്ന് മാത്രമല്ല, വലിയ സ്റ്റോറേജ് ഫെസിലിറ്റികൾ വലിയ ചിലവ് വരുത്തി വെക്കുന്നത് കൊണ്ട് അതിനുള്ള ഒരു പോം വഴിയും കണ്ടെത്തണമായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവരവതരിപ്പിച്ച സംവിധാനത്തിനെയാണ് പിന്നീട് ലീൻ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം മുതലായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യമുള്ള പാർട്ടുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു രീതി അവർ പിന്തുടരുകയാണ്. അതായത് ഈ നിർമ്മാണ പ്ലാന്റുകളിൽ ഏതൊക്കെ പാർട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വേഗം തീർന്നു പോകുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കും. അതിനുശേഷം ആ പാർട്ടുകൾ കൂടുതലായി നിർമ്മിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൂടുതലായിട്ട് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ രീതി പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ നിർമ്മാണം കുറയ്ക്കാനും ആവശ്യമുള്ളവയുടെ നിർമ്മാണം ഉയർത്താനും അനാവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് സ്റ്റോറേജ് സംവിധാനങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കാനും അവർക്ക് സാധിക്കുകയാണ്. ടൊയോട്ട അന്ന് സ്വീകരിച്ച ആ രീതി ഇന്ന് പല കമ്പനികളും, അതിൽ കാർ കമ്പനികളും അല്ലാത്ത കമ്പനികളും ഒക്കെ ഉൾപ്പെടും, ഇത്തരത്തിൽ എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ടൊയോട്ട കമ്പനി കൈക്കൊണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൈസൻ അഥവാ കോൺസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ഏത് തൊഴിലാളിക്കും കമ്പനി പ്രോസസ്സുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലുമൊക്കെ നിർദ്ദേശം കമ്പനി ഭാവിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ച തൊഴിലാളിക്ക് പലതരത്തിലുള്ള ബോണസുകൾ ലഭിക്കും. ഇതുകൊണ്ട് തന്നെ കമ്പനിയിലെ വിവിധ മേഖലയിലെ തൊഴിലാളികൾ ധാരാളം നിർദ്ദേശങ്ങൾ കമ്പനിക്ക് മുന്നിൽ സമർപ്പിക്കുകയും അതിലെ നല്ല തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് പിന്നീട് നടപ്പിലാക്കുകയും കമ്പനിയുടെ ചെറുതും വലുതുമായിട്ടുള്ള മേഖലകളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നതിന്, കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് അത് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിലെല്ലാം ടൊയോട്ട അവരുടെ എല്ലാ മേഖലകളും മെച്ചപ്പെടുത്തി മുന്നേറുമ്പോഴും ജപ്പാൻ്റെ സാമ്പത്തിക മേഖല വളരെ പതുക്കെയായിരുന്നു വളരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വിപണി കണ്ടെത്താൻ പറ്റാതെ അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ ഈ അവസരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണിയായിട്ടുള്ള അമേരിക്കയിൽ ടൊയോട്ട കാറുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വമ്പൻ കാർ ബ്രാൻഡുകളുമായിട്ട് എങ്ങനെ മത്സരിക്കും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ അവർ കണ്ടെത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവുണ്ട്. അമേരിക്കൻ കാറുകളെല്ലാം തന്നെ വലിയ വലിപ്പമുള്ള കാറുകളായിരുന്നു. എന്നാൽ 1950കളിൽ തന്നെ അമേരിക്കയിൽ വലിപ്പം കുറഞ്ഞ കോമ്പാക്റ്റ് കാറുകളുടെ വിൽപ്പന പതിയെ ഉയർന്നു വരുന്നത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അത്തരം കോമ്പാക്റ്റ് കാറുകളെല്ലാം യൂറോപ്യൻ ബ്രാൻഡുകളായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇവിടെ ടൊയോട്ടയുടെ വലിപ്പം കുറഞ്ഞ റിലയബിളായ എന്നാൽ യൂറോപ്യൻ കാറുകളേക്കാൾ താരതമ്യേന വില കുറഞ്ഞ കാറുകൾക്ക് ഒരു നല്ല മാർക്കറ്റുണ്ട് എന്ന് കമ്പനി തിരിച്ചറിയുകയാണ്. അങ്ങനെ 1957 അമേരിക്കൻ മാർക്കറ്റിലെ ആദ്യ ടൊയോട്ട കാറായിട്ടുള്ള ടൊയോപെറ്റ് ക്രൗൺ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ കമ്പനിയുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റാണ്. 1958 വെറും 287 ടൊയോപെറ്റ് കാറുകൾ മാത്രമാണ് അവർക്കവിടെ വിൽക്കാൻ സാധിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നു. ഈ കാറുകളെല്ലാം ജപ്പാനിലെ ചെറിയ റോഡുകളിൽ ചെറിയ വേഗത്തിൽ പോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളവയായിരുന്നു. ആ കാലത്ത് അമേരിക്കയിലെ പുതിയതും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള റോഡുകളിൽ 60-70 മൈൽ പെർ അവർ വേഗത്തിലൊക്കെ പോകാൻ ഈ കാറുകൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, അത്രയും വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു കാറുകൾ ശ്രമിക്കുമ്പോൾ ഈ വാഹനങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന, ഈ വാഹനങ്ങൾ നിന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുമായിരുന്നു. തൊട്ടടുത്ത വർഷം ഇവർക്ക് 800ഓളം കാറുകൾ അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ സാധിച്ചുവെങ്കിലും പതിയെ ഈ കാറിൻ്റെ വിൽപ്പന അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവിടെ തോറ്റു പിന്മാറുന്നതിന് പകരം ഈ തോൽവിയിൽ നിന്നും ടൊയോട്ട കമ്പനി ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും ആ പാഠങ്ങൾ പിന്നീട് കമ്പനിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ് ലോകം കാണുന്നത്. അമേരിക്കൻ റോഡുകളെ മനസ്സിലാക്കാതെ അമേരിക്കൻ മാർക്കറ്റിനെ മാത്രം മനസ്സിലാക്കിയതാണല്ലോ അവർക്കിവിടെ പറ്റിയ അബദ്ധം. അതുകൊണ്ട് ഗെഞ്ചി ജുംബുട്സു എന്നൊരു പുതിയ പ്രിൻസിപ്പിൾ ടൊയോട്ട കമ്പനി അവതരിപ്പിക്കുകയാണ്. അതായത് ഓരോ മാർക്കറ്റിലും നേരിട്ട് ചെന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ മാർക്കറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനങ്ങൾ അവിടെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രിൻസിപ്പിൾ. അങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് കീഴടക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഒരു കാറിൻ്റെ ഡിസൈൻ ജോലികൾ കമ്പനിയിൽ ആരംഭിക്കുകയാണ്. 1960കളുടെ തുടക്കത്തിൽ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിന് ഈ അമേരിക്കയിൽ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതുവഴി കമ്പനിക്ക് ചെറിയൊരു ലാഭവും ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അതൊരു വലിയ വിജയമായിട്ട് കമ്പനി പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ ശ്രമങ്ങളുടെ എല്ലാം ഫലമായി ഓൾറെഡി ടൊയോട്ടയുടെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നൊരു കാറുണ്ട്, ടൊയോട്ട കൊറോണ. അപ്പോൾ ഈ കാറ് അമേരിക്കൻ റോഡുകൾക്ക് വേണ്ടിയിട്ട് റീഡിസൈൻ ചെയ്ത് 1965 അമേരിക്കയിൽ വിൽപ്പന ആരംഭിക്കുകയാണ്. ഈ ടൊയോട്ട കൊറോണ ടൊയോട്ട കമ്പനിയുടെ തലവര തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ വാഹനം ഒരു വമ്പൻ ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല, 1966 20,000-ലധികം ടൊയോട്ട വാഹനങ്ങളാണ് അമേരിക്കയിൽ മാത്രം വിറ്റഴിഞ്ഞത്. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്ത വാഹന ബ്രാൻഡുകളിൽ 3ാം സ്ഥാനത്തേക്ക് ടൊയോട്ട ഈ കാലഘട്ടത്തിൽ വളർന്നു വരികയാണ്. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് കാണാം. തൊട്ടടുത്ത വർഷം തന്നെ ടൊയോട്ട തങ്ങളുടെ പുതിയ മോഡലായിട്ടുള്ള ടൊയോട്ട കൊറോള അവതരിപ്പിക്കുന്നു. അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഓൾ ടൈം ബെസ്റ്റ് സെല്ലിംഗ് കാർ മോഡൽ എന്ന ഖ്യാതി കൊറോള പിന്നീട് നേടിയെടുക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. 1973 ലോകം ഓയിൽ ക്രൈസിസിനെ നേരിടുകയാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണവില ക്രമാതീതമായിട്ട് ഉയരുകയും എണ്ണ ലഭ്യത വലിയ രീതിയിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറിയ കാറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുകയാണ്. അത്തരം കാറുകളുടെ ഡിമാൻഡ് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയിലെ കാർ കമ്പനികൾ ഇത്തരം കാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ഒരു സമയത്ത് ആരംഭിക്കുന്നുണ്ട്. എങ്കിലും വിലയിലും പെർഫോമൻസിലും എല്ലാത്തിനും മുകളിൽ റിലയബിലിറ്റി അഥവാ വിശ്വസ്തതയുടെയും കാര്യത്തിൽ ടൊയോട്ട നേടിയെടുത്ത പേരിനെ കടത്തിവെട്ടാൻ ഒരു അമേരിക്കൻ കമ്പനിക്കും സാധിക്കുന്നില്ല. പിന്നീട് ടൊയോട്ടയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല. 1975 അമേരിക്കയുടെ ഇമ്പോർട്ട് കാർ ബ്രാൻഡുകളിൽ 1ാം സ്ഥാനം ടൊയോട്ട സ്വന്തമാക്കുന്നു. 1986 USA-യിൽ 1 മില്യൺ വാഹനങ്ങൾ വിറ്റഴിച്ച ആദ്യത്തെ ഇമ്പോർട്ട് ബ്രാൻഡ് എന്ന പേരും ടൊയോട്ട കമ്പനി സ്വന്തമാക്കുന്നു. അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ 170 രാജ്യങ്ങളിൽ ടൊയോട്ട തങ്ങളുടെ വാഹനങ്ങൾ ഇന്ന് വിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇന്നോവയും ഫോർച്യൂണറും ക്യാമറയും എത്തിയോസും എല്ലാം നമ്മുടെ മാർക്കറ്റുകൾ കീഴടക്കി മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. 2023 ലോകം മുഴുവൻ 11.2 മില്യൺ വാഹനങ്ങൾ അവർ വിറ്റപ്പോൾ ടൊയോട്ടയുടെ മുഴുവൻ റവന്യൂ $311 ബില്യൺ, അവരുടെ മുഴുവൻ പ്രോഫിറ്റ് $61 ബില്യൺ ആയിരുന്നു. ജപ്പാനിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് ഇന്ന് ടൊയോട്ടയാണെന്ന് കാണാം. ഡൈഹാറ്റ്സു, ലെക്സസ്, ഹൈനോ പോലെയുള്ള പല ബ്രാൻഡുകളും ടൊയോട്ടയുടെ സ്വന്തം ബ്രാൻഡുകളാണ്. സുബാരു, ഇസൂസു പോലെയുള്ള ലോകപ്രശസ്ത ബ്രാൻഡുകളിൽ ഇവർക്ക് ഷെയറുകളും ഉണ്ടെന്ന് കാണാം. മാത്രമല്ല ഒരു സമയത്ത് ടൊയോട്ടയ്ക്ക് ടെസ്ല കമ്പനിയിൽ 27% ഷെയറുകളുണ്ടായിരുന്നു. എന്നാൽ ടെസ്ല ടൊയോട്ടയുടെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്ററായി മാറിയതോടുകൂടി 2016 ഈ ഷെയറുകൾ ഇവർ വിറ്റ് കളയുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ടൊയോട്ടയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മതിയാകാതെ വരും എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചത് എങ്ങനെയാണ്? ജിഡോക്ക, ജസ്റ്റ് ഇൻ ടൈം, കൈസൻ, ഗെഞ്ചി ജുംബുട്സു പോലെയുള്ള അവരുടെ എല്ലാ പ്രവർത്തന തത്വങ്ങളും
എല്ലാത്തിനും മുകളിൽ എത്ര കാലം വേണമെങ്കിലും എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും വിശ്വസ്തമായി കുഴപ്പങ്ങളില്ലാതെ ഓടിക്കാൻ കഴിയുന്ന ഗുണനിലവാരമുള്ള വാഹനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെ നിരത്തിലിറക്കുന്നു എന്നുള്ളതുമാണ് ടൊയോട്ട എന്ന കമ്പനിയുടെ ഈ നേട്ടങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ബിസിനസ് സക്സസ് സ്റ്റോറികൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.